പ്രിയമുള്ളവരെ, നമ്മുടെ ഈ രാഷ്ട്രീയ സ്വാധീനമുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഒരു പാവപ്പെട്ടവന് നീതി നിഷേധമായിട്ട് വരുന്നത് എന്ന് ഞാൻ കൃത്യമായി പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷക്കാലത്ത് അതിശക്തമായ മഴയത്താണ് എൻ്റെ വീട്ടിലെ കിണറിടുന്നത്. ഞങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിച്ചിരുന്ന കിണറായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഫണ്ട് കാര്യങ്ങളും പഞ്ചായത്തിൽ ഉണ്ടോ, അങ്ങനെ ഒരു ഫോം ഉണ്ടോ എന്ന് അന്വേഷിക്കും. അങ്ങനെ ഫോം കിട്ടുകയും ആ ഫോം ഫില്ല് ചെയ്ത് ഒരു ദിവസത്തെ മെനക്കെടം ആലോചിക്കണം. നമ്മളെ പഞ്ചായത്തിൽ, ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ ആ സമയത്ത് കഴിഞ്ഞ വർഷം പോവുകയും പിന്നെ അതിൽ ഫോട്ടോ കൊടുത്തു. അപ്പോൾ ഇവർ 2-3 സ്ഥലത്തുനിന്ന് ഒപ്പ്, സീല്, കാര്യങ്ങൾ ഇതൊക്കെ വേണം. അതുപോലെ വീഡിയോ കാണണം. പിന്നെ അതിന് ശേഷം അത് സ്വീകരിച്ചാൽ തന്നെ സ്ഥലം സന്ദർശിക്കാൻ ആൾ വരും, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഫോം ഒന്ന് അവരോട് മേടിക്കുമ്പോൾ, പഞ്ചായത്തിൽ മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ സ്ലിപ്പ് എന്തെങ്കിലും തായോന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല, സ്ലിപ്പൊന്നും ഇല്ല, നിങ്ങൾ വേണമെങ്കിൽ ഇതൊരു ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞു. നമ്മൾ കണ്ട കാര്യങ്ങളും കറക്റ്റ് രേഖകളും ഇതൊക്കെ കൂടിയിട്ടാണ് ഈ അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് അത് വാങ്ങുമ്പോൾ 100 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. ഫോട്ടോ, വീഡിയോ, അത് കഴിഞ്ഞ് സ്ഥലം സന്ദർശിക്കണം, അങ്ങനെ കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഫണ്ട് കിട്ടണമെങ്കിൽ കിട്ടുള്ളൂ. എന്നിട്ട് പോലും സ്ലിപ്പ് പോലും തരാത്ത അങ്ങനത്തെ ഒരു ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഒരാൾ വ്യാജപരാതി കൊണ്ടുകൊടുക്കുകയാണ്. വ്യാജപരാതി കൊണ്ടെടുത്തപ്പോൾ അപ്പോൾ സ്വാധീനങ്ങൾ ആലോചിക്കണം. അതാണ് ഈ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വേറെ ഒരു രാഷ്ട്രീയക്കാരാണ്, ഏതെങ്കിലും ആൾ വിളിച്ച് പറഞ്ഞിട്ടാണ് കൊണ്ടെടുക്കുന്നതെങ്കിൽ അവർ വേഗം മേടിച്ച് അത് ചെയ്തു തരും. നമ്മളിതൊന്നും രാഷ്ട്രീയ സ്വാധീന കാര്യങ്ങളോ ആരോടും പറയാതെ നമ്മളെ വ്യക്തിപരമായിട്ട് കൊണ്ടെടുത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതിപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ തന്നെ, നമ്മൾ സാധാരണക്കാരാണ്, എല്ലാവരും സാധാരണക്കാരാണ്, അവരൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആവും. അപ്പോൾ അയാൾ ഈ ഒരു വേജ കൊണ്ടുകൊടുക്കുമ്പോൾ അത് കാണണ്ട, അത് സ്ഥലം സന്ദർശിക്കണ്ട, അതിൻ്റെ ഒരു ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ എന്നിട്ട് അത് കഷ്ടപ്പെട്ട് നമ്മളൊരു ഫണ്ട് ഉണ്ടാക്കി നമ്മളത്ര റിസ്ക് എടുത്തിട്ട് ആ കിണർ നിർമ്മിച്ചപ്പോൾ അതിന് മണ്ണ് നമ്മളെ പറമ്പിൽ എന്നുള്ളത് കൊണ്ട് ഇട്ടത് ആ മണ്ണ് അവിടുന്ന് മാറ്റം പറഞ്ഞിട്ട് പഞ്ചായത്തുകാർ വിളിച്ചിട്ട് പറയുമ്പോൾ എത്രമാത്രം പ്രയാസം ഉണ്ടാക്കുമെന്നറിയോ. എന്നിട്ട് അത് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥരൊരു വ്യാജ റിപ്പോർട്ടും ഉണ്ടാക്കി. എന്നിട്ട് അത് ഇതൊക്കെ ഞാൻ നിയമപരമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോണത്. അതിന് വേറെ സ്വാധീന കാര്യങ്ങളോ എങ്ങനെ നിയമം എന്താണോ പറയുന്നത് അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ, അപ്പോൾ ഈ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് വളരെ നീതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വല്ല അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ അവിടെ ഏതെങ്കിലും വിധത്തിൽ നീതി നിഷേധിക്കുന്നവർക്ക് കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ടീം, അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിൽ ഒക്കെ ഒരു നീതി നിഷേധിക്കുമ്പോൾ അത് കണ്ണടക്കും. അത് വേറെ വല്ല രാജ്യത്താകുമ്പോഴാണ് ഈ നീതി നിഷേധമൊക്കെ പ്രശ്നമുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണോ. അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് മനസ്സിലാകുന്നത്, ഒന്നാമത് സ്വന്തം പാർട്ടിക്കാരാകണം, അങ്ങനെയാണെങ്കിൽ നീതി കിട്ടും. അല്ലെങ്കിൽ സ്വന്തം സമുദായം, ജാതി, മതം ഇതൊക്കെ നോക്കിയിട്ടൊക്കെയാണല്ലോ നമ്മളെ ഇപ്പോഴത്തെ നീതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിൽ വന്നപ്പോൾ അത് ഞാൻ അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി. എന്നെപ്പോലെ തന്നെ അറിയാത്ത ഒരുപാട് പേരെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്നെനിക്കുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ജനാവകാശം എന്നുള്ളൊരു ചാനലിലും ഇതുപോലെ ഓരോ വീഡിയോ, ഞാൻ സ്വാഭാവികമായിട്ടൊരു വീഡിയോ ഒന്നും ചെയ്യുന്ന ആളല്ല, പക്ഷെ നമ്മൾ അനുഭവങ്ങളാണല്ലോ മാറ്റുക. പല അനുഭവങ്ങളും വരുമ്പോൾ നമ്മൾ മാറും, തീർച്ചയായിട്ടും മാറും. അതേപോലെ എൻ്റെ അറിവ് ഞാൻ എല്ലാവരോടും പങ്കുവെക്കും. നമുക്കൊരുപാട് അവകാശങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നിയമവശങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഞാൻ എൻ്റെ ജനാവകാശം എന്നുള്ളൊരു ചാനലിലൂടെ അറിയിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.